നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിക്കൊട്ടയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീഡിയോ എടുക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഉപ്പേരിക്കൊട്ട എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് അതിനായിട്ട് വേണ്ടത് ഒരു A4 ഷീറ്റും കത്രികയും മാത്രമാണ്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഉപ്പേരിക്കൊട്ട ഉണ്ടാക്കാൻ. ഫസ്റ്റ് നമ്മൾ ഈ പേപ്പർ ചതുരത്തിൽ മുറിക്കണം. ഇതുപോലെ മടക്കണം. നമ്മൾ വൃത്തിക്ക് മടക്കണം, തെറ്റിക്കാൻ പാടില്ല. ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കി ചതുരത്തിൽ മുറിക്കണം. നമുക്കപ്പോൾ ഇത് മുറിച്ചെടുക്കാം. കത്രിക എടുക്കാം. അപ്പം നമ്മൾ ഇത് ചതുരത്തിൽ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉണ്ടാക്കാം. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഇത് ഇങ്ങോട്ട് ത്രികോണത്തിൽ ഇങ്ങനെ ത്രികോണത്തിൽ മടക്കണം. ഇതേപോലെ ഇരുവശവും മടക്കണം. അത് നമ്മൾ ഒരു ഭാഗം മടക്കിയിട്ടുണ്ട്. ഇരുവശവും അങ്ങനെ മടക്കണം. അപ്പോൾ ഞാൻ ഇരുവശവും മടക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ചതുരം കിട്ടി. ഇനി ഈ ഭാഗം നമ്മൾ നേരെ തിരിച്ചു വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ത്രികോണം മടക്കണം. തെറ്റിക്കാൻ പാടില്ല. ഇതുപോലെ ഇരുവശവും മടക്കണം. അപ്പോൾ ഞാൻ ഇരുവശവും മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറുകെ ഇങ്ങനെ മടക്കാം. കുറുകെ ഇങ്ങനെ മടക്കണം. ഇവിടെ ഇങ്ങനെ വേണം. ഇങ്ങോട്ടാണ് മടക്കുന്നത്, തെറ്റിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ മുന്നോട്ടാക്കുക. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇരുവശത്തെ പേപ്പറും ശ്രദ്ധിച്ച് നമ്മൾ റെഡിയാക്കണം. കീറിയാൽ പിന്നെ ഫുള്ളും പോകും. കീറാതെ ശ്രദ്ധിച്ച് വേണം ആക്കാൻ. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് തള്ളിയാൽ ഈ സാധനം റെഡിയായി. ഇനി ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കണം. നമ്മളിത് ഇവിടെ മടക്ക് കൊടുക്കണം. ഇങ്ങനെ റെഡിയാക്കണം. നമ്മളുടെ ഉപ്പേരിക്കൊട്ട റെഡിയാകും. ടൈമായി. അപ്പം നമ്മളുടെ ഉപ്പേരിക്കൊട്ട ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇങ്ങനെ ആക്കി ഇതിൻ്റെ അകത്ത് പേര് നമ്പറൊക്കെ എഴുതി നമ്മളുടെ ഫ്രണ്ട്സിനെ കാണിച്ച് ഇതിനകത്തുണ്ടല്ലോ എഴുതി ദൈവം അങ്ങനെ എഴുതി നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിനെല്ലാം സന്തോഷിപ്പിക്കാൻ കഴിയും. ഇനി ഇത് തിരിച്ചു വെച്ച ഉപ്പേരിക്കൊട്ടയിൽ ഉണ്ടല്ലേ, ഇതിനകത്ത് പേപ്പർ മുറിച്ചിട്ട് നമുക്ക് ഒരു സ്പൂണാക്കി ഇങ്ങനെ വിളമ്പി കളിക്കാൻ കഴിയും. അല്ലേ, ഇതാണ് നമ്മളുടെ ഉപ്പേരിക്കൊട്ട. അപ്പം എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.